ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായി ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വാരി ഒരു കുക്കറിലോട്ടിട്ട് 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചെറുജീരകമാണ് ഞാനിതിൽ ആദ്യമേ ചേർക്കുന്നത്, അത് 1 സ്പൂണും പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. കൈകൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് വേകുന്നതിനാവശ്യത്തിന് ഒരല്പം വെള്ളവും ചേർത്ത് മട്ടൻ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മൾ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകവും ഇട്ട് അതിനോടൊപ്പം തന്നെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് ഇപ്പം ഇട്ട ചേരുവകളെല്ലാം പാകത്തിന് വരണ്ടതിന് ശേഷം അതിലോട്ടൊരു 1/4 കിലോ ചെറിയ ഉള്ളിയും ഒരു 2 മീഡിയം സൈസ് സവാളയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലോട്ടിട്ട് നല്ലതുപോലെ വശക്കിയെടുക്കുവാണ്. ഈ ഉള്ളി വശക്കിയെടുക്കുന്നതിന് ആവശ്യമായ ഉപ്പ് കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് വീണ്ടും 1 സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ്. ഇതിൻ്റെ കൂടെ നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് തട്ടി ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ ഗരം മസാലയുടെ പൗഡറും അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൗഡർ കൂടെ ചേർത്ത് ഒരു മൂടി കൊണ്ടടച്ച് 2 മിനിറ്റോളം വീണ്ടും അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പെല്ലാം ചേർത്ത് ഇത് നമുക്ക് വിളമ്പിയെടുക്കാവേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ കേട്ടോ.